നമ്മളെ പട്ടികളാണ് കേട്ടോ. ഇര ഇര അയ്യോ അയ്യോ ഇരോ ഇര പശുക്കുട്ടിയുണ്ട് കേട്ടോ. എന്തായാലും വന്നേല്ലേ, ബൈക്കിൻ്റെ ഓയിലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. ടെസ്റ്റിക്ക് ഊരിയിട്ടുണ്ട്, നോക്കാം. വണ്ടി നൂത്ത് വെച്ചിട്ടാണ് ചെയ്യാനുള്ളത്. അപ്പം പകുതി ഉണ്ടെന്നാണ് ഇതിൽ കാണുന്നത്, പകുതി കൂടുതലുണ്ടെന്നാണ് കാണിക്കുന്നത്. എന്തായാലും ഓടട്ട് എന്തായാലും സർവീസ് ചെയ്യണം. സംഭവം എന്ന് പറഞ്ഞാലേ, അടിയിൽ ഇതിനടിയുണ്ട്, ഇവിടെ സംഭവം ചെറുതായിട്ട് പൊട്ടി കേട്ടാ. അതിൻ്റെ ബോൾട്ട് ഇല്ലേ, നമ്മൾ ഓയിൽ ഡ്രെയിൻ ചെയ്യണ ബോൾട്ട്, ആ ബോൾട്ട് പൊട്ടി. അപ്പോൾ അതിലേക്കൂടെ കുറച്ച് ഓയിൽ ചെറുതായിട്ട് ലീക്ക് ചെയ്യണമെന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അത് ശരിയാക്കണം. ഞാൻ ചോദിച്ചോ പറഞ്ഞ് 500 രൂപ ആവുമെന്ന് പറഞ്ഞു. വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ടേ, വർക്ക്ഷോപ്പിൽ ലെയ്ത്തിൽ കൊണ്ടുപോകണം. ലെയ്ത്തിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ത്രെഡ് എന്തോ കട്ട് ചെയ്തിട്ട് കണ്ട് ഇടുമെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഓയിൽ മാറ്റണവർ മെയിനായിട്ട് ഈ അടപ്പ് ഇടാൻ മറക്കരുത്. ഇടാൻ മറന്നാലും ടൈറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പാർക്ക് പ്ലഗ് കൂടെ ഒന്ന് അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യണം. അപ്പം സ്പാർക്ക് പ്ലഗ് ഊരിയിട്ടേ ഒന്ന് ക്ലീൻ ചെയ്യാം നമുക്ക്. സ്പാർക്ക് പ്ലഗ് ഊർന്ന ഈ സാധനമാണ്. അപ്പം ഞാൻ തന്നെ മിക്ക പണികളും ഞാൻ തന്നെ ചെയ്യണം കേട്ടോ. പ്ലഗ് നല്ല കരിയായിട്ടുണ്ട്, ഡെയിലി നല്ല ഓടയില്ലേ. അല്ല, ഇതാണ് കണ്ടീഷൻ. അറിയാമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യും, ഇത് ഓയിൽ കത്തുന്നുണ്ടോ അങ്ങനെ പ്രശ്നമാണെന്ന്. അപ്പോൾ ഇത് ബോഷിൻ്റെ പ്ലഗ്ഗാണ് കേട്ടോ. സൂപ്പർ സാധനമാണ്, നല്ല ലാസ്റ്റ് ചെയ്യും, അത്യാവശ്യം മൈലേജ് ഉണ്ട് ഗൈസ്. അപ്പം ഇത് ഞാൻ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം കാണിച്ചു തരാമേ. ക്യാമറ ആയതുകൊണ്ട് കൈ പിടിക്കുന്നതിന് ഇവിടെ ബുദ്ധിമുട്ട്. ഓക്കെ, വേണ്ട ഇവിടെ കണ്ടല്ലോ. ഇത് സത്യം പറഞ്ഞാൽ സാൻഡ് പേപ്പർ ഇട്ടാണ് വരയ്ക്കാനുള്ളത്, കുറച്ച് കളയാനുള്ളത്. ഞാൻ എടുക്കാൻ മറന്നു ഈ സംഭവം. അതിൻ്റെ മേലത്തെ തൽക്കാലം അതിൻ്റെ മേലത്തെ കരിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വച്ച് കളഞ്ഞിട്ടേ ഇട്ടാൽ മതി. ഇട്ട് വരച്ചാൽ കറക്റ്റായിട്ട് ഉള്ള ഒരു പെർഫോമൻസ് കിട്ടും. പക്ഷെ ഞാൻ എടുക്കാൻ മറന്നുപോയി, ഇനി എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തിരിച്ച് ഇപ്പം നല്ല മഴയാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ ഭയങ്കര മഴ. എന്തായാലും ചോറ് കഴിയും. ഐറ്റം എന്ന് പറയണത്
ഇത് കായാണ് കേട്ടോ, കാ തോരൻ. ഇങ്ങനെ രസം. രസം ഒഴിച്ച് കുറച്ച് തോരൻ ഇടുക. കൊള്ളാം, പക്ഷേ രസത്തിന് ഉപ്പ് കുഴപ്പമില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.